സൈറ്റിലേക്ക് വരാം. ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുകയാണ്. പോലീസ് വെളുപ്പിനല്ലേ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു. അത് ചർച്ച ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. പോലീസ് രാഷ്ട്രീയമില്ല. പോലീസ് നിയമം നോക്കും, നിയമത്തിന്റെ വഴിക്ക് പോകും. ഇപ്പൊ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ സമരം നടത്തിയവർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് 124 IPC ഇട്ടിട്ടാണ് പോലീസ് കേസെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഇതുവരെ അതിന് ചരിത്രമേ ഇല്ല. പോലീസ് നിയമത്തിന്റെ വഴിക്ക് പോകുന്നു. അല്ലാതെ ഇപ്പോ SFIക്കാർക്കെതിരെ കേസിൽ എടുക്കാതിരിക്കുക, അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് വന്ന ഇവിടെ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെയല്ലോ. പിന്നെ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളുണ്ട്. അതിനെന്തെങ്കിലും കുഴപ്പം അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ കോടതിയുടെ മുൻപിൽ ഇതെല്ലാം അവതരിപ്പിക്കാം. ഞങ്ങളെല്ലാം കേസിൽ പ്രതികളാകുമ്പോൾ ചിലപ്പോൾ അടികൊള്ളുമ്പോൾ കോടതിയിലാണല്ലോ പറയാം, മർദ്ദനേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലാണ്. അതെല്ലാം കോടതി പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ കോടതി തീരുമാനം എടുക്കുക. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് പോകുക എന്നല്ലാതെ പോലീസ് ഇപ്പോ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല. പല കേസുകളിലും ഇപ്പോൾ നേരത്തെയുള്ള ഘട്ടത്തിൽ MLA-മാരെ പോലും UDF-ന്റെ കാലഘട്ടത്തിൽ വെളുപ്പിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പലരെയും പല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ, യുവജന സംഘടനാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കോടതി കൊണ്ടുപോയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് എല്ലാം തന്നെ സമരം വരുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ കേസുകൾ ഉണ്ടാകും. നിങ്ങൾ തന്നെ അന്ന് കൊടുത്ത വിഷ്വലുകൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കൗതുകരായിരിക്കും. പോലീസ് ജീപ്പ് തടഞ്ഞ് ഇതാ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു, ഇറക്കി കൊണ്ടുപോകുന്നു എന്നുള്ള നിങ്ങളുടെ റിപ്പോർട്ടുകൾ തന്നെ വളരെ കൃത്യമായി തന്നെയുള്ള ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പൊ അത്തരം ഘട്ടങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ടും അതിനെ പരിശോധിച്ചുകൊണ്ട് പോലീസ് നിയമപ്രകാരം നീങ്ങും. അല്ലാതെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കാണേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കളും പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്നുകൊണ്ട് നാളെ സെക്രട്ടറിയിൽ മാർച്ചുണ്ട്. പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നത് തുടരാൻ പോവുകയാണെന്നുള്ള മുന്നറിയിപ്പാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അവർക്ക് വിഷയങ്ങളില്ലല്ലോ. ഈ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിനകത്ത് അവർ നിലപാട് സ്വീകരിക്കുന്നില്ല. ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഈ രണ്ട് അനുഭവം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അവർ നിയമപ്രകാരം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതിന്റെ തെളിവല്ലേ. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോ പോലീസ് വധശ്രമത്തിനാണല്ലോ കേസെടുത്തതെന്ന്. അപ്പൊ അദ്ദേഹം തന്നെ അടിവരയിട്ട് ഉറപ്പിച്ചല്ലോ പോലീസ് നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ അനുഭവങ്ങളെല്ലാം നോക്കുമ്പോൾ പോലീസ് നിയമപ്രകാരം പോകുന്നു, സമരമാകുന്നു. ചില ഘട്ടങ്ങളിൽ ഇപ്പോ UDF-ന്റെ കൺവീനർ തന്നെ അക്രമം നടന്നിട്ടുണ്ട് എന്ന രീതി പറയുകയുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരം കേസുകൾ വരും. ആ കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്യും, ചിലത് കോടതി പരിശോധിച്ച് റിമാൻഡ് ചെയ്യും, ചിലത് കോടതി ജാമ്യം കൊടുക്കും. ഇതെല്ലാം ഞങ്ങളെല്ലാം എല്ലാവരും സമരങ്ങളിലൂടെ വന്ന ആളുകൾക്കുള്ള അനുഭവങ്ങളല്ലേ. അത് ആ രീതിയിൽ കണ്ടാൽ മതി. അല്ല, അതിപ്പോ അവര് അപ്പുറത്തേക്ക് പോയാൽ അതിനനുസരിച്ചുള്ള നിയമരീതികളല്ലേ സ്വീകരിക്കുക പോലീസ് എന്നുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോ ഇടുക്കിയിലെ വലിയ പ്രശ്നമുണ്ടല്ലോ. അതിപ്പോ നിങ്ങൾ അത് ചോദിക്കുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പൊ ഗവർണറുടെ ആ ഓർഡിനൻസ്, ഇടുക്കിയിലെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമം തന്നെ അതിന് അംഗീകാരം നൽകാതിരിക്കുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൽ ഇന്ന് വലിയ സമരമല്ലേ നടന്നിട്ടുള്ളത്. അത്തരം പ്രശ്നങ്ങൾ ജീവൽ പ്രശ്നങ്ങളല്ലേ. എത്രയോ കാലമായി ഇടുക്കിയുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിയമസഭ ചർച്ച ചെയ്ത് പാസാക്കിയൊരു ബില്ല് അത് ഗവർണർ ഒപ്പിടുന്നില്ല. നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ഒരു ബില്ല് സംബന്ധിച്ച് ഗവർണർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മന്ത്രിസഭ ബില്ല് അംഗീകരിച്ച് കഴിയുമ്പോൾ പോലീസിന്റെ സ്വാഭാവികമായ നടപടി മാത്രമായിരുന്നുവെന്നാണ് മന്ത്രി പി രാജീവ് വിശദീകരണം നൽകുന്നത്. ഇപ്പോൾ ശ്രീ സേനാപതി വേണു, കോൺഗ്രസ് നേതാവ് ചേരും.